ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിലാണുള്ളത്, ചെട്ടിക്കാട്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളെല്ലാം കാണാം. എല്ലാ കൂട്ടുകാരും വായോ. എറണാകുളത്ത് നിന്ന് 33 കിലോമീറ്ററും തൃശ്ശൂരിൽ നിന്ന് 45 കിലോമീറ്ററുമാണ് ചെട്ടിക്കാട് പള്ളിയിലേക്ക് ഉള്ള ദൂരം. കിഴക്കിന്റെ പാതുവ എന്നാണ് ചെട്ടിക്കാട് പള്ളിയെ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് പോകാം. ഇതാണ് ചെട്ടിക്കാട് പള്ളി പരിസരം. ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു. നമ്മൾ ആദ്യം പോകുന്നത് മെഴുകുതിരി വാങ്ങിക്കാനാണ്. ഇവിടെ പുതിയ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇടതുഭാഗത്ത് പഴയ പള്ളിയും വലതുഭാഗത്ത് പുതിയ പള്ളിയുമാണ് ഉള്ളത്. 1954 ജൂൺ 13 പഴയ പള്ളി വെഞ്ചിരിപ്പ് നടത്തിയത്. 1983 തീർത്ഥാടന കേന്ദ്രത്തിനുള്ള അനുമതി നൽകി. ഇതാണ് പഴയ പള്ളി. നമ്മൾ ഇനി പോകുന്നത് പുതിയ പള്ളിയിലേക്കാണ്. പുതിയ പള്ളിയുടെ ഫ്രണ്ടിലായിട്ടാണ് മെഴുകുതിരി കത്തിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. 1987 ഒക്ടോബർ 20 പുതിയ പള്ളി വെഞ്ചിരിപ്പ് നടത്തിയത്. പുതിയ പള്ളിയുടെ ഇടതുഭാഗത്തായിട്ട് അന്തോണീസ് പുണ്യാളന്റെ അഴുകാത്ത നാവിന്റെ തിരുശേഷിപ്പ് വെച്ചിട്ടുണ്ട്. പഴയ പള്ളിയില് വേറെ 2 തിരുശേഷിപ്പുകൾ കൂടിയുണ്ട്. 3 തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചു വെച്ച ഇന്ത്യയിലെ ഏക പള്ളിയാണ് ചെട്ടിക്കാട് പള്ളി. ഇത് പഴയ പള്ളിയുടെ ഒരു ഭാഗമാണ്. ഇവിടുത്തെ പ്രധാന നേർച്ചകൾ എന്ന് പറയുന്നത് തുലാഭാരം, കുഞ്ഞുങ്ങൾക്ക് ചോറൂട്ട്, കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധന്റെ ഉടുപ്പ് ധരിക്കൽ, മുട്ടുകുത്തി നീന്തൽ, പൂമാല നേർച്ച, നിലവിളക്ക് സമർപ്പിക്കൽ, പൊന്നാവ് എടുത്തു വയ്ക്കൽ, അടിമ സമർപ്പണം തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന നേർച്ചകൾ. എല്ലാ ചൊവ്വാഴ്ചകളിലും ഊട്ടുനേർച്ച ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. പള്ളിയുടെ ഉള്ളിൽ കയറി നിന്നുള്ള വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. ഇനി നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പുതിയ പള്ളിയുടെ ഇടതുഭാഗത്തായി വിശുദ്ധ അന്തോണീസിന്റെ അത്ഭുത കിണറുണ്ട്. 1941 വിശുദ്ധ അന്തോണീസ് ഉണ്ണിയേശുവിനെ ഇവിടെ വെച്ച് കുളിപ്പിച്ചു എന്ന ദിവ്യ ദർശനം ഉണ്ടായി. അതിനുശേഷം രോഗസൗഖ്യത്തിനായി ഈ കിണറ്റിലെ ജലം ഉപയോഗിക്കുന്നു. ഇനി ഞങ്ങൾ 4 പേരും അവിടുന്ന് വെള്ളം എടുത്ത് കുടിച്ചു. നാണയങ്ങളൊന്നും ഈ കിണറ്റിലേക്ക് ഇടരുതെന്ന് അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കിണറിന് ചുറ്റുള്ള കാഴ്ചകൾ ഒന്ന് കാണിച്ചു തരാം. ഇതിനോട് ചേർന്ന് തന്നെ കുട്ടികൾക്കായിട്ടുള്ള കളിപ്പാട്ടത്തിന്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. ആ സ്റ്റോളിനോട് ചേർന്ന് ഒരു ഗ്രീൻ ഗാർഡനും കൊടുത്തിട്ടുണ്ട്. പാരിഷ് ഹാളിന് പുറകിലായി ആന്റണിയൻ പിൽഗ്രിമേജ് സെന്റർ സ്ഥിതി ചെയ്യുന്നു. കുമ്പസാര ഹാൾ, കൗൺസിലിംഗ് സെന്റർ, കുട്ടികൾക്ക് ചോറൂട്ട് നൽകുന്നതും ഇവിടെയാണ്. ഇതിന് പിന്നിൽ ഒരു ഹോമിയോ ഡിസ്പെൻസറിയും പ്രവർത്തിക്കുന്നുണ്ട്. അകലെ നിന്ന് വരുന്നവർക്ക് ഇവിടെ താമസിച്ച് തിരുകർമ്മങ്ങൾ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് കൗൺസിലിംഗ് സെന്റർ ഉള്ളത്. ഇതിനോട് ചേർന്ന് തന്നെ സെമിത്തേരിയും കൊടുത്തിട്ടുണ്ട്.
ഇതാണ് ഊട്ടുപുര. ഇത് ഡിന്നർ ഹാളാണ്. നമ്മൾ ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോരാണ്. ഇതാണ് പാരിഷ് ഹാളിന്റെ ഫ്രണ്ട് സൈഡ്. ഇത് നമ്മുടെ പുതിയ പള്ളിയുടെ സൈഡാണ്. പള്ളി ഓഫീസാണ് ഇവിടെ കാണുന്നത്. ഇനി തൊട്ടടുത്ത് പള്ളി വക സ്റ്റോളും ഗാലറിയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ ഇവിടെ ഇതുപോലെ ഒരു ഫോട്ടോ ആയിട്ട് സമർപ്പിക്കും. അനുഗ്രഹം ലഭിച്ചവർ സാക്ഷ്യത്തിനായിട്ട് വെക്കുന്നതാണ് ഈ ഫോട്ടോകൾ. ഇവിടെ കൂടുതലായിട്ടും കുട്ടികളുടെ ഫോട്ടോസാണ് കാണുന്നത്. ഇനി ഇവിടെ തൊട്ടടുത്തായിട്ട് അന്തോണീസ് പുണ്യാളന്റെ ഇതുപോലത്തെ ഒരു പ്രതിമ കാണാനായിട്ട് പറ്റും. നമ്മൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതിന് ചുറ്റുമായിട്ട് മീനുകളെ കാണാനായിട്ട് കഴിഞ്ഞു. ഒരുപാട് വലിപ്പമുള്ള നല്ല മീനുകളാണ് ഈ കുളത്തിലുള്ളത്. കുറച്ചു നേരം അവയെ നോക്കി കളിച്ചു. നേർച്ചയപ്പം, തുലാഭാരം തുടങ്ങിയവ ചെയ്യാനുള്ള സൗകര്യം ഏർപ്പാടാക്കിയിട്ടുള്ള സ്ഥലമാണിത്. ഇനി നമുക്ക് ഈ പള്ളിയുടെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ചരിത്ര നാൾവഴികൾ എന്ന് എഴുതി വെച്ച ബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡുകൾ വായിച്ചു നോക്കിയാൽ ഈ പള്ളിയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കും കൊടുത്തിട്ടുണ്ട്. ദിശാ ബോർഡും കൊടുത്തിട്ടുണ്ട്. ദിശാ ബോർഡിൽ നോക്കിയാൽ നമുക്ക് ഓരോ സ്ഥലങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്താനായിട്ട് പറ്റും. ഇതാണ് മദർ തെരേസയുടെ ചിൽഡ്രൻസ് പാർക്ക്. കുട്ടികളെ ഒരുപാട് ഹാപ്പി ആക്കാൻ പറ്റുന്ന ഒരുപാട് മൊമെന്റ്സ് ഈ പാർക്കിലുണ്ട്. അച്ചുമോൾക്കും ശ്രീകുട്ടനും ഒരുപാട് ഇഷ്ടമായി. കുറെ നേരം അവിടെ ഇരുന്ന് കളിച്ചതിന് ശേഷമാണ് തിരിച്ചു പോകുന്നത്. ഇനി നമുക്ക് കുട്ടികളുടെ കളിയൊക്കെ ഒന്ന് കാണാം.
ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകല്ലേ. ഇനി നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്.